ഉച്ചയോടുകൂടി സ്വർണ്ണവില വീണ്ടും ഒരു പൊട്ടിത്തെറിയിലേക്ക് അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിട്ടേക്കും. ഇന്നലെ സ്വർണ്ണവില 3 തവണയായിരുന്നു കൂടിയിരുന്നത്. അവസാനം കിട്ടിയത് വൈകുന്നേരം 6 മണിയോട് കൂടിയായിരുന്നു. 54,040 വരെ ഉയർന്നു. അതേസമയം ഇന്നലെ സ്വർണ്ണവില ഉയർന്നത് അക്ഷയ തൃതീയ കാരണമല്ല. മെനഞ്ഞാന്നത്തെ ഫെഡറൽ മീറ്റിംഗിൽ പലിശ നിരക്ക് കുറക്കുമെന്നുള്ള ഒരു വാർത്ത വന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുതിക്കുകയായിരുന്നു. അതേസമയം സ്വർണ്ണവിലയിൽ ഇന്ന് അതിശക്തമായ രീതിയിലുള്ള ഇടിവാണ് നേരിടുന്നത്. രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇടിവ് നേരിടുന്നു. ഔൺസ് ഡോളറിന്റെ കണക്ക് ഇപ്പോൾ 2360 ഇന്ത്യൻ മാർക്കറ്റ് MCX 72,725 വ്യാപാരം നടക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില ഒരിക്കൽ കൂടി നോക്കാം. 11,5/2024 ഗ്രാമിന് 6,725 8 ഗ്രാം, ഒരു പവന് 53,800 വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില ഇന്ന് ഒരു പവന് 240 രൂപയുടെ ഇടിവാണ് നേരിട്ടത്. അതേസമയം ഇന്ന് രാവിലെ 24K തങ്കംവില ഗ്രാമിന് 5,190 ഉയർന്നിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഗ്രാമിന് 7,165, തൃശ്ശൂരിൽ 75 എന്ന നിലയിലാണ്. 9 മന്ത്സ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് 1,400 മുതൽ 1,500 രൂപയുടെ ഇടിവ് വരെ ഇപ്പോൾ നേരിട്ടേക്കാം. വെള്ളിവില ഇന്നും ഗ്രാമിന് 90, 10 ഗ്രാമിന് 900 തുടരുകയാണ്. ഒരുപക്ഷെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വർണ്ണവില മേലാശയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം വീണ്ടും കാഴ്ചവെച്ചേക്കാം. ഒരുപക്ഷെ അത് വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ സ്വർണ്ണവിലയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവും നേരിട്ടേക്കാം. കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്